കോൺഗ്രസ് സഖ്യ സർക്കാർ ഭരിക്കുന്ന ജാർഖണ്ഡിൽ പരീക്ഷാ തട്ടിപ്പിനെതിരെ ഉദ്യോഗാർത്ഥികളുടെ വൻ പ്രതിഷേധം. വിദ്യാർത്ഥി നേതാവ് ദേവേന്ദ്രനാഥ് മഹ്തോയുടെ നേതൃത്വത്തിൽ നിയമസഭയിലേക്ക് വിധാൻസഭാ ഘെരാവോ മാർച്ച് നടക്കുകയാണ്. പോലീസ് ബാരിക്കേഡുകൾക്ക് മുകളിലൂടെ നിയമസഭയിലേക്ക് കടന്നുകയറാൻ വിദ്യാർത്ഥികൾ ശ്രമിച്ചു. വൻ പോലീസ് സന്നാഹമാണ് വിന്യസിച്ചിരിക്കുന്നത്. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുകയാണ്. നന്ദഗോപൻ, ഈ ജാർഖണ്ഡിലെ റാഞ്ചിയിൽ ഇത് എന്താണ് സംഭവിക്കുന്നത്? അവിടെ ഉദ്യോഗാർത്ഥികൾ എന്തൊക്കെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധം നടത്തുന്നത്? അശ്വതി, കഴിഞ്ഞ കുറേ ദിവസമായി വിദ്യാർത്ഥികൾ പ്രതിഷേധത്തിലാണ്. റാഞ്ചി നിയമസഭയ്ക്ക് മുന്നിൽ വിദ്യാർത്ഥികൾ നിരാഹാര സത്യാഗ്രഹം വരെ അനുഷ്ഠിക്കുന്നു. അതായത് റാഞ്ചിയിൽ PSC പരീക്ഷാ പേപ്പർ ചോർച്ചയ്ക്കെതിരെ, ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെയാണ് വിദ്യാർത്ഥികൾ പ്രക്ഷോഭത്തിലേക്ക് എത്തിയിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ പ്രധാന ആവശ്യം ഈ സംഭവത്തിൽ CBI അന്വേഷണം പ്രഖ്യാപിക്കണം എന്നുള്ളതാണ്. എന്നാൽ ഒരു കാരണവശാലും ജാർഖണ്ഡ് മുക്തി മോർച്ചയും കോൺഗ്രസും അടങ്ങുന്ന സഖ്യകക്ഷി സർക്കാർ ഈ വിഷയത്തിൽ CBI അന്വേഷണം പ്രഖ്യാപിക്കുന്നില്ല എന്നുള്ളതാണ്. പലതവണ സർക്കാരുമായി ഈ ഉദ്യോഗാർത്ഥികൾ ചർച്ച നടത്തി. ആ ചർച്ചകളെല്ലാം പരാജയമായിരുന്നു. തുടർന്നാണ് ഇന്നിപ്പോൾ ഒരു നിയമസഭാ മാർച്ചിലേക്ക് നയിക്കുവാൻ വേണ്ടി ഈ വിദ്യാർത്ഥികൾ നിർബന്ധിതരായത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ നിയമസഭാ മാർച്ച് നടന്നു. വലിയ ബാരിക്കേഡുകളും പോലീസ് സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് അതിനെ നേരിടുവാൻ വേണ്ടി സർക്കാർ തുനിഞ്ഞത്. അതേസമയം തന്നെ വിദ്യാർത്ഥികൾ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് നിയമസഭയ്ക്ക് ഉള്ളിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു. വലിയ പോലീസ് സന്നാഹം ഇപ്പോഴും നിയമസഭയ്ക്ക് മുന്നിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. CBI അന്വേഷണം പ്രഖ്യാപിക്കുന്നവരെ ശക്തമായ സമര നടപടികളുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് വിദ്യാർത്ഥികൾ വ്യക്തമാക്കുന്നത്. അശ്വതി. ശരി നന്ദൻ, വിവരങ്ങൾ വ്യക്തമാണ്. ജാർഖണ്ഡ് റാഞ്ചിയിൽ വലിയ പ്രതിഷേധം നടക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വിശദാംശങ്ങളാണ് എസ് നന്ദഗോപൻ ഡൽഹിയിൽ നിന്നും പങ്കുവച്ചത്.